നമ്മൾ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത് രാജയോഗം, സർവയോഗങ്ങളുടെയും സമന്വയമാണ്. സർവയോഗങ്ങളുടെയും രാജാവാണ്. ഇന്നലെ നമ്മൾ ഭക്തിയോഗം, രാജയോഗം ഭക്തിയോഗമാണെന്ന് മനസ്സിലാക്കി. കാരണം നമ്മൾ ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ് പരമാത്മാവിനെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നതിൻ്റെ പേരാണ് രാജയോഗം. അതുകൊണ്ട് എനിക്ക് ഈശ്വരനോട് സ്നേഹമുണ്ടാകുമ്പോൾ കിട്ടുന്ന യോജിപ്പ്, അതുകൊണ്ടാണ് രാജയോഗത്തെ ഭക്തിയോഗമെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ബാബയെ ഓർമ്മിക്കാൻ, മെഡിറ്റേഷൻ ചെയ്യാൻ വേറെ ഒന്നുമില്ലെങ്കിലും, ഒരു സ്കൂളിലും ചിലർ പറയൂ ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ലല്ലോ, കോളേജിൽ പോയിട്ടില്ല. പലരും പറയാറുണ്ട്, വൃദ്ധരായവർ, ഞാൻ പഠിപ്പൊന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ ഇതെനിക്ക് മനസ്സിലാകൂ ഈ സത്സംഗം കേട്ട. ഒരു സ്കൂൾ വിദ്യാഭ്യാസവും ഇല്ലെങ്കിലും നമുക്കെല്ലാവർക്കും വേറെ ലോകത്തിലെ ഒരു വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിലും മറ്റ് കഴിവുകളൊന്നും നമുക്കില്ല എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ പോലും നമുക്ക് ഈശ്വരനെ സ്നേഹിക്കാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ, ഒരു മനസ്സുണ്ടെങ്കിൽ ഭഗവാനെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. അതുകൊണ്ട് ശരീരം കൊണ്ട് വൃദ്ധരായെന്നോ അല്ലെങ്കിൽ പഠിപ്പില്ലെന്നോ പൈസയില്ലെന്നോ പദവിയില്ലെന്നോ ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഭഗവാൻ എന്താ വേണ്ടത്? ഭക്തിയാണ്, പ്രേമമാണ്. അതാണ് ഇന്നലെ നമ്മൾ ഭക്തിയോഗത്തിൽ കണ്ടത്. എൻ്റേത് ഒരേ ഒരു പരമാത്മാവ്. ഈ സ്ക്രീനിൽ തുറന്ന് നോക്കുമ്പോൾ അല്ല, ഇതിലാദ്യത്തെ വൃത്തത്തിൽ ആദ്യത്തെ സർക്കിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ മനസ്സിൻ്റെ അതിൽ ഒരു ബാബ, അത് വരണം. അത് വരാനാണ് നമുക്കാദ്യം ഞാനൊരാത്മാവാണെന്ന് തിരിച്ചറിയേണ്ടത്. കാരണം നമ്മൾ കണ്ടുമല്ലോ, നീണ്ട ഒരു 5000 വർഷത്തിൻ്റെ ജീവിതചക്രത്തിൽ 4 യുഗങ്ങളിലൂടെ കറങ്ങിയപ്പോൾ നമ്മൾ അനേക വസ്തുക്കളും വ്യക്തികളും ബന്ധങ്ങളും സാഹചര്യങ്ങളും സംഭവങ്ങളുമായിട്ട് കെട്ടുപിണഞ്ഞ് നമ്മുടെ ജീവിതം മുന്നോട്ട് വരികയാണ്. അതുകൊണ്ട് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ പലതും ഉണ്ട്, പലതിലും ബന്ധിക്കപ്പെട്ടിരിക്കുക നമ്മൾ. വസ്തു, വ്യക്തി, നമ്മുടെ തന്നെ പല കഥാപാത്രങ്ങൾ, അല്ലെ, സ്ഥാനം, മാനം, പദവി, അനേക കാര്യങ്ങളിൽ പൂർവ്വജന്മ ബന്ധനങ്ങളുമുണ്ട്. ഈ ജന്മത്തെ തന്നെ അനേകമുണ്ട്. ഇതിലേക്കെല്ലാം കെട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്നെല്ലാം കെട്ടുകൾ സഹജമായിട്ട് നമുക്ക് കഴിക്കാനുള്ള എളുപ്പമാർഗമാണ് ഒന്നിൽ കെട്ടപ്പെടുക. അതാണ് ഭക്തി. പ്രേമം കൊണ്ട് ഭഗവാനെ ബന്ധിക്കുക. അതാണ് ഇന്നലെ നമ്മൾ കേട്ടത്. എൻ്റേത് ഒരേ ഒരു രാമൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി യോഗം കിട്ടും. നിങ്ങളെല്ലാവരും ഇന്നലെ ഒരു ദിവസത്തേക്ക്, ഇന്ന് ഫുൾ ഡേ ആ ഒരു കണക്ഷൻ വയ്ക്കാൻ പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു സംബന്ധത്തിൽ, ഈശ്വരനെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിങ്ങളെല്ലാവരും കൂടെ വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫുൾ ഡേ കഴിഞ്ഞതിന് ശേഷം, സത്സംഗത്തിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം പറയണമെങ്കിൽ ഷെയർ ചെയ്യാം. അവരവർ ഭഗവാനെ അച്ഛനായിട്ടോ അമ്മയായിട്ടോ ഫ്രണ്ടായിട്ടോ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ മനസ്സാ കൂടെ വെച്ചുകൊണ്ട് ഭഗവാനിൽ കോർത്തിടാൻ, മനസ്സിനെ കൊളുത്തിയിടാൻ, അതിന് ഭക്തി നമ്മളെ സഹായിക്കും. ഇന്ന് നമുക്ക് കർമ്മയോഗം, രാജയോഗം കർമ്മയോഗവുമാണ്. കാരണം ഭക്തി യോഗത്തിൽ നമുക്കറിയാം, ഭക്തൻ ഒരാൾക്കാണ് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. കാരണം എനിക്ക് പ്രഭുവിനോട് പ്രേമമുണ്ടായാൽ എൻ്റെ മനസ്സ് പ്രഭുവിൽ അലിഞ്ഞു ചേരും. അതാണല്ലോ നമ്മൾ ഭക്തമേരയിലെല്ലാം കണ്ടത്. അല്ല, മീര ആനന്ദത്തിൽ ആടിപ്പാടി സന്തോഷിച്ച്, അല്ല, ഇതുപോലെ മറ്റൊരു, അല്ല, വേറെ ഒന്നുമില്ല ജീവിതം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ. അത്രയധികം അതീന്ദ്രിയ സുഖം സ്വയം അനുഭവിക്കാൻ കഴിയും. പക്ഷേ നമ്മളുടെ ആനന്ദലഹരി കൊണ്ട് ഭക്തി മാത്രമാകുമ്പോൾ എന്താ സംഭവിക്കുക? പ്രേമം മാത്രമാകുമ്പോൾ നമുക്ക് പ്രയോജനം ഉണ്ടാവും. വ്യക്തിപരമായ നേട്ടം വളരെ കൂടുതലാണ്. നമുക്ക് വളരെയധികം ആനന്ദവും സുഖവും സന്തോഷിനിയിൽ ലോകത്തിൽ നമുക്ക് നേടാനായിട്ടൊന്നുമില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യാം. അതുകൊണ്ട് ഹിന്ദിയിലൊരു പാട്ടുണ്ട്, പാനാഥ സു പാലിയ എന്ന് തോന്നും.
എന്താണോ എനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്തെങ്കിലും വേണമെങ്കിലല്ലേ മനസ്സ് വേറെ എവിടേക്കെങ്കിലും പോണേ. അതാണ് ഭക്തി, പ്രേമം. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു. എന്തിനായിരുന്നു എൻ്റെ മനസ്സ് തേങ്ങിയിരുന്നത്, തേടിയിരുന്നത്, അതെനിക്ക് കിട്ടി. കാരണം മനസ്സിന്, ആത്മാവിനെന്താ വേണ്ടിയിരുന്നത്? സുഖം, ശാന്തി, സന്തോഷം, ശക്തി, ആനന്ദം, അറിവ് അല്ലേ? അത് ആത്മാവായ ഞാൻ സദോഗുണിയാണെന്നറിഞ്ഞു. ആ ഗുണങ്ങളുടെ എല്ലാം കടല് ബാബയാണെന്നറിഞ്ഞു. ബാബയോടുള്ള പ്രേമം, കണക്ഷൻ വെച്ച് ആ അനുഭൂതിയിൽ മുഴുകാൻ തുടങ്ങിയപ്പോൾ ഒരു കവിതയുണ്ടല്ലോ, ആനന്ദലബ്ധിക്കിനി എന്ത് വേണം. ആ അവസ്ഥ നമുക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്യും. അത് നമ്മുടെ പേഴ്സണൽ ലാഭമാണ്. പക്ഷെ കർമ്മയോഗം ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ മാത്രം മംഗളം ചെയ്താൽ പോരാ, നിങ്ങൾ മാത്രം സുഖമായിട്ടിരുന്നാൽ പോരാ. ഈശ്വരൻ പറയണത് മക്കളെ സ്വമംഗളവും വേണം, ജനമംഗളവും ചെയ്യണം. അതുകൊണ്ട് രാജയോഗത്തിൽ ദിവസവും ഭഗവാൻ പറയും, ഞാൻ എന്ത് പഠിപ്പിക്കുന്നു നിങ്ങൾ പഠിക്കണം, ധാരണ ചെയ്യണം, മറ്റുള്ളവർക്ക് നിങ്ങളെക്കൊണ്ട് പ്രയോജനം ഉണ്ടാവും. അവിടെയാണ് കർമ്മം ആരംഭിക്കണേ. കാരണം നമ്മൾ ജീവിക്കുന്നത്, പവിത്ര ബഹൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, കർമ്മക്ഷേത്രത്തിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം കർമ്മക്ഷേത്രത്തിലിരിക്കുമ്പോൾ കർമ്മം ചെയ്യാതെ ഒരു നിമിഷ സമയം പോലും നമുക്കിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ശരീരത്തിൽ തന്നെ നോക്കൂ, ശ്വസിക്കുന്നത് ഒരു കർമ്മമാണ്, കഴിക്കുന്നത് ഒരു കർമ്മമാണ് അല്ലേ? എല്ലാം ഈ കർമ്മേന്ദ്രിയങ്ങൾ ഉള്ളിടത്തോളം നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ പറയും നമ്മൾ ചുമ്മാതിരിക്കുകയാണ്. നമ്മൾ ചുമ്മാതിരുന്നാൽ ഈ ശരീരത്തിൽ എന്തെല്ലാം പ്രവർത്തനം നടക്കണം. ഈ ശരീരത്തിൽ ആ പ്രവർത്തനങ്ങളെല്ലാം നടക്കണമെങ്കിൽ അല്ലേ, ഈ ശരീരത്തെ തന്നെ നമ്മൾ എനർജറ്റിക്കായിട്ട് നിലനിർത്തണം അല്ലേ? ഈ ശരീരത്തിന് വേണ്ടതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ഭഗവാൻ പറയണത്, മക്കളെ ഈ ശരീരം പോലും ഞാൻ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ്, അങ്ങനെ ഇതിനെ ഉപയോഗിക്കണം എന്നാണ് പറയണ ഈശ്വരൻ. അതാണ് ഒരു കർമ്മയോഗിയുടെ പ്രത്യേകത. എൻ്റെ ഇഷ്ടമില്ല, എനിക്കിഷ്ടപ്പെട്ടത് കഴിക്കുക, ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിക്കുക, ടേസ്റ്റ് ഇല്ലെങ്കിൽ കഴിക്കാതിരിക്കുക, അത് തന്നെ ഇഷ്ടമാണ്. ഭഗവാൻ പറയണത് ഈ ശരീരത്തെ കഴിപ്പിക്കുന്നത് പോലും പ്രഭുപ്രസാദാണ്. ഇതിനെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താ? ഈ ശരീരം കൊണ്ട് നിറയെ നല്ല കാര്യങ്ങൾ ചെയ്യണം, ഇതിനെ എനർജറ്റിക്കാക്കി വെക്കണം. അപ്പോൾ എനർജിക്കുള്ള ഭക്ഷണം കഴിക്കണം. കർമ്മയോഗി അതാണ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം? പ്രഭു പിതാവിൻ്റെ പെരുമാറ്റച്ചട്ടം, ശ്രീമതപ്രകാരം. അതിനെയാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഈ ശരീരത്തെ കാര്യങ്ങളിൽ ഉപയോഗിക്കുക. അപ്പം അതുകൊണ്ടാണ് കർമ്മയോഗം സന്തുലനമാണ്. കർമ്മവും ചെയ്യും, ജീവിതം യോഗി ജീവിതമായിരിക്കും. പരമാത്മാവുമായിട്ട് യോഗം കിട്ടിയാൽ, കണക്ഷൻ കിട്ടിയാൽ, ഒരു രാജയോഗം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക്, നിങ്ങൾ ഏത് രാജയോഗികൾ, ബ്രഹ്മകുമാരന്മാർ, കുമാരിമാർ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടോ, നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ഒബ്സർവ് ചെയ്തോളൂ. കാരണം ഇത് സിസ്റ്റർക്ക് വ്യക്തിപരമായിട്ട് ആയിരക്കണക്കിന് പേരുടെ ജീവിതം അനുഭവമാണ്. അവർ ഈ സത്സംഗം കേട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പുള്ള അവരുടെ ജീവിതം, എത്രയോ പേര് തൂങ്ങി പിടിച്ചിരുന്നവർ, വായി പോലും തുറക്കാത്തവർ, ഒരു പണിയെടുക്കാതെ ആലസ്യം ബാധിച്ചിരുന്നവർ, നിറയെ പേര് സിസ്റ്റർക്ക് അനുഭവമുണ്ട്. നമ്മുടെ ഇവിടെ ശിവജ്യോതി ഭവനത്തിൽ ഇവിടെ തറക്കല്ലിടാൻ സമയത്ത് ഈ ഭവനത്തിൽ അതിനുശേഷം ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഇവിടുത്തെ കൗൺസിലർ വന്നപ്പോൾ ഫസ്റ്റ് പറഞ്ഞതാ, എൻ്റെ വീടിൻ്റെ അടുത്ത് പല ഫാമിലീസ് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ടുണ്ട് അവരുടെ ജീവിതം, എനിക്ക് നന്നായി വ്യക്തിപരമായി അറിയുന്നവരുണ്ട് സിസ്റ്ററെ, നിറയെ പേര്, പുരുഷന്മാർ പോലും പ്രത്യേകിച്ചും രാവിലെ മുതൽ വെറുതെ ചടഞ്ഞുകൂടിയിരിക്കുക, പണിയെടുക്കാതെ ആലസ്യം ബാധിച്ചിരുന്ന എത്രയോ പേര് ക്ലാസ് ഡെയിലി സത്സംഗവും കേട്ട് മെഡിറ്റേഷനും ചെയ്ത് അവരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ ചേഞ്ച് ഞാനിന്ന് കാണുന്നുണ്ട്. അവർ നല്ല അധ്വാനികളായി മാറിയിട്ടുണ്ട്. അവരുടെ ജീവിതം ഇത്രയും കുടുംബം സന്തോഷപ്രദമായിട്ട് മാറിയിട്ടുണ്ട്. ഇവരൊരിക്കലും നന്നാവില്ല എന്ന് വിചാരിച്ചതാണ് ഞങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനിവിടെ വന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അവരുടെ ജീവിതം കൊണ്ട് മനസ്സിലായി, ഇവിടെ നടക്കുന്ന സത്സംഗം കൊണ്ട്, മെഡിറ്റേഷൻ കൊണ്ട് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് എന്താ ലാഭം ഉണ്ടാവണേ. ഇപ്രകാരം ഓരോരുത്തരുടെയും ജീവിതം നിങ്ങൾ നോക്കിക്കോളൂ. പണ്ട് നമ്മൾ 2 മണിക്കൂർ ചെയ്തിരുന്നവരാണെങ്കിൽ ജോലി, നമുക്ക് 2 മണിക്കൂർ ജോലി ചെയ്തിരുന്നവർക്ക്
ഇപ്പോൾ 10 മണിക്കൂർ ജോലി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. 70+, 80+ പ്രായമായവരെ ധാരാളം പേരെ അറിയാം സിസ്റ്റർക്ക്, അനുഭവികളെ. അവർ ജീവിതത്തിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ജ്ഞാനമാർഗത്തിൽ വന്നവരുണ്ട്. പക്ഷേ അവരുടെ ജീവിതം ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് പോലും തോന്നില്ല, പലരും ബ്രഹ്മകുമാരന്മാരെ ഇവർ 80+ ആണ് ഏജ്, 90+ ആയിട്ടുള്ളവരുണ്ട്. പക്ഷേ എത്ര നല്ല കർമ്മയോഗികളായിരിക്കണമെന്നറിയോ? സ്വന്തം വീട്ടിലെ കാര്യവും ചെയ്യും, അതിനുശേഷം സെൻറ്ററിൽ വന്നിട്ട് ഈ ഈശ്വരീയ യജ്ഞത്തിൽ എന്തെല്ലാം സേവനം. ചെറുപ്പക്കാരെക്കാളും അധ്വാനിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അത്ഭുതം തോന്നും നമുക്കവരെ. അത്ര ഊർജം. കാരണം എന്താ? യോഗം ഭഗവാനിൽ വയ്ക്കുമ്പോൾ ആത്മാവിന് കിട്ടുന്ന ഊർജമാണ്. ആത്മാവിൽ ഊർജം നിറഞ്ഞാൽ അത് കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മമായിട്ട് ഒഴുകുക തന്നെ ചെയ്യുമല്ലോ. അതുകൊണ്ട് രാജയോഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മുറിയിൽ അടച്ചിട്ടിരുന്ന് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഓർമ്മയുണ്ട് സിസ്റ്റർക്ക് ഓൺലൈനിലെ പ്രോഗ്രാംസ്, യൂട്യൂബിൽ നമ്മുടെ പ്രോഗ്രാം കേട്ടിട്ട് പലരും വിളിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ബ്രദർ ഒരിക്കൽ ഫോണെടുത്ത് മറുപടി പറയുമ്പോൾ ബ്രദറുടെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ വന്ന് അവിടെ കുറച്ച് ദിവസം ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഭായി ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു, നിങ്ങളിവിടെ വന്നിരിക്കട്ടെ ചോദിച്ചാൽ, അല്ല ഞങ്ങൾക്ക് അവിടെ വന്നിരുന്ന് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കാമല്ലോ. അപ്പോൾ ഭായി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വരാം ഇവിടെ. പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഓർമ്മ വേണം, ഇവിടെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്. രാവിലെ ഞങ്ങൾ 1 മണിക്കൂർ അമൃതവേളയിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ധ്യാനം ചെയ്യും, വൈകുന്നേരം 1 മണിക്കൂർ ധ്യാനം ചെയ്യും, സന്ധ്യായോഗം. ആ സമയത്ത് ഇവിടെ ഇരിക്കാറുള്ളൂ. അതിനുശേഷം ഒരു 15 മുതൽ 16 മണിക്കൂർ വരെ അധ്വാനിക്കാൻ റെഡിയാണെങ്കിൽ വന്നോളൂ. കാരണം ഞങ്ങളിവിടെ 15 മണിക്കൂർ മുതൽ 18 മണിക്കൂർ വരെ ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അധ്വാനം, കർമ്മയോഗമാണ് മുഖ്യം. ഇപ്പോൾ ഇത്രയും ഓൺലൈൻ പ്രോഗ്രാംസ് ഇവിടെ നടക്കണു. ഇപ്പോൾ ഇവിടെ ക്യാമറ എടുക്കണമെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതും കമ്പ്യൂട്ടറിലിരിക്കുന്നതും അതേ ആൾ തന്നെയാണ്. പാത്രവും കഴുകിത്തരും, തേങ്ങയും ചിരകിത്തരും, ഗാർഡനിങ്ങും ചെയ്യും. A to Z കാര്യങ്ങൾ എല്ലാവരും ചെയ്യും. A to Z കർമ്മങ്ങൾ. അതാണ് രാജയോഗി ജീവിത ശൈലിയിലൂടെ പരമാത്മ നമ്മളെ പഠിപ്പിക്കണം. ഓൾറൗണ്ടേഴ്സ് ആകാനാണ്. ഞാൻ ഇന്ന ജോലിയെ ചെയ്യൂ, അങ്ങനെയില്ല. ഇവിടെ വന്ന് നിങ്ങൾ ഓരോ കുമാരന്മാരുടെ ജീവിതത്തിൽ നോക്കിക്കോളൂ. കുടുംബത്തിൽ തന്നെ എത്രയോ പേര് അനുഭവം പറയുന്നറിയോ? കുടുംബമായിട്ട്, ഹസ്ബൻഡും വൈഫും മക്കളുമായിട്ട് വരുന്നവർ. ഇപ്പോൾ സാധാരണ അമ്മമാർക്കാണല്ലോ വീട്ടുപണികളെല്ലാം, ഭാര്യമാർ ചെയ്യും. പക്ഷെ ഇവിടെ വന്നു പോകുന്ന ഫാമിലിയിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്തോളൂ. ഫാമിലിയായിട്ട് ക്ലാസ് കേൾക്കുന്നവരാണെങ്കിൽ അവർ ഹസ്ബൻഡും വൈഫും കൂടെ ചേർന്നാണ് അടുക്കളപ്പണി ചെയ്യുക. ഇനി ഹസ്ബൻഡ് പുറത്ത് പറമ്പിൽ പണിയെടുക്കണേ 2 പേരും കൂടെ ചേർന്ന് ചെയ്യും. ഓഫീസ് പണിക്കണേ 2 പേരും ചേർന്ന് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹയോഗികളായിരിക്കും. അതാണ് പരമാത്മാ പിതാ നമ്മളെ പഠിപ്പിക്കണം. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന യോഗത്തിലൂടെ കിട്ടുന്ന ഊർജത്തെ നമുക്ക് ഉപയോഗപ്രദാകം, നമ്മൾ നിമിത്തം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ലോകത്തിന്. ഭഗവാൻ പറയണത് സ്വമംഗളം മാത്രമല്ല, ജനമംഗളം നിങ്ങൾക്ക് ചെയ്യണം. വിശ്വമംഗളകാരി എന്നാണ് ഭഗവാൻ പേര് തന്നിരിക്കണം. സാധാരണ നമ്മൾ എനർജറ്റിക് ആവണം, ഉത്സാഹം വേണം, വീട്ടിലെ കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ. എത്ര മാതാക്കളെ അറിയാമെന്നറിയോ ജോലി ചെയ്യുന്നവരെ? എത്ര സഹോദരിമാർ സ്വന്തം വീട്ടിലെ കാര്യം, കുട്ടികളുടെ കാര്യം, അടുക്കളയിലെ കാര്യങ്ങളെല്ലാം, എന്നിട്ടവർ ജോലി ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം ഒതുക്കിയിട്ട് ഈ ഓൺലൈൻ സർവീസസിന് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1.5 വർഷമായിട്ടല്ലേ ഉള്ളൂ ഇപ്പോൾ ഡെയിലി സത്സംഗങ്ങളൊക്കെ സെൻറ്ററുകളിലില്ലാത്തത്. അതിനു മുമ്പ് രാവിലെ 7 തൊട്ട് 8 മണി വരെ പ്രഭാത സത്സംഗത്തിന് പോലും ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ച് പ്രഭാത സത്സംഗം കഴിഞ്ഞ് നേരെ ജോലിക്ക് പോകുന്നവരെ അറിയാം. ഇത്ര എനർജി എവിടുന്നാണ് കിട്ടണേ? അതും കഴിഞ്ഞിട്ട് സെൻറ്ററിൽ വന്ന് സേവനം ചെയ്യും. ഇത് ബാബയുടെ വീടെന്നാണ് പറയുക. ഇവിടെയും വന്ന് എന്തെങ്കിലും ഈശ്വരീയ സേവനങ്ങൾ ചെയ്തിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ ഒരു കർമ്മനിരത ജീവിതം, കർമ്മയോഗി ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കർമ്മയോഗി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രൂഫ് രാമായണത്തിൽ നമുക്ക് കാണാം. രാമായണത്തിൽ ഭരതൻ എന്താ ചെയ്യണേ? രാമപാദകം സിംഹാസനത്തിൽ വെച്ചിട്ട് രാജ്യകാര്യങ്ങൾ ചെയ്യാം. ഭരതൻ്റെ മനസ്സിൽ രാമൻ മാത്രമേ ഉള്ളൂ. ഞാൻ രാജ്യം ഭരിക്കില്ല പറഞ്ഞു. പക്ഷേ
രാമൻ പറഞ്ഞു, അത് നിൻ്റെ കർത്തവ്യമാണ്. എന്നോട് അച്ഛൻ പറഞ്ഞു, എനിക്ക് വനവാസമാണ് വിധിച്ചിരിക്കണം, നിനക്ക് രാജ്യഭരണം, അത് അമ്മയ്ക്ക് കൊടുത്ത വാക്കാ, രാജ്യഭരണം ചെയ്യണം, അച്ഛനും ഇല്ല. അപ്പോൾ രാജ്യം ഭരിക്കുകയാണ്, പക്ഷെ സിംഹാസനത്തിൽ രാമപാദുകമാണ്. ഹൃദയത്തിൽ രാമനെ വെച്ച് രാജ്യകാര്യങ്ങൾ ഒന്നാന്തരമായിട്ട് ചെയ്യും. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഭരതൻ്റെ ഭരണം ഫസ്റ്റ് ക്ലാസ് രാജഭരണത്തെക്കുറിച്ച്. പക്ഷേ ആരുടെയും പ്രശംസകളെ ഭരതൻ സ്വീകരിച്ചില്ല. ഭരതൻ എന്തു പറഞ്ഞു? ഈ രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും ഇത്രയും നന്നായി നടക്കുന്നതിൻ്റെ കാരണം എന്താണ്? ആ സിംഹാസനത്തിൽ നിൽക്കി നോക്കൂ, ആ ഇരിക്കുന്ന രാമപാദുകം കാരണമാണ് ഈ നാട്ടിലെല്ലാ കാര്യങ്ങളും ഇത്രയും നടക്കുന്നത്. എൻ്റെ കഴിവുകൊണ്ടല്ല, രാമൻ നടത്തിക്കുകയാണ്. ഞാൻ രാമൻ്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. രാമൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് മാത്രമല്ല, ചെയ്യിപ്പിക്കുന്ന ആൾ രാമനാണ്. അതാണ് ഒരു രാജയോഗി ജീവിതം എന്ന് പറയുന്നത്. ഭഗവാൻ പറയുന്ന എപ്പോഴും ചെയ്യിപ്പിക്കുന്ന ആളുടെ ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. ആരാ ചെയ്യിപ്പിക്കുന്നത്? പരമാത്മാ പിതാ ചെയ്യിപ്പിക്കുന്നു. ശരീരത്തിൽ ആത്മാവ് സ്വരാജ്യാധികാരി രാജാവാണ്, കർമ്മേന്ദ്രിയങ്ങൾ ജോലിക്കാരാണ്. പക്ഷേ ഈ ആത്മാവാകുന്ന രാജാവിനെ ചെയ്യിപ്പിക്കുന്നത് പരമാത്മാവാണ്. പരമാത്മ ചെയ്യിക്കുന്നു, ഞാൻ ചെയ്യുന്നു. ഹിന്ദിയിൽ അതിനൊരു വാക്കുണ്ട്, അതിന് മലയാളത്തിൽ ഒരു നല്ല ട്രാൻസ്ലേഷൻ ഇല്ല. അതുകൊണ്ട് ഹിന്ദിയിൽ തന്നെ സിസ്റ്റർ ആ വാക്ക് പറയാം. കരൻ കരാവൻ ഹാർ, ഏറ്റവും സുന്ദര ശബ്ദമാണ്. ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ആൾ. അപ്പോൾ എന്തായി? ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ഈഗോ, ഞാൻ ചെയ്യുന്നു, എൻ്റെ മിടുക്ക്, എൻ്റെ കഴിവ്, ആ ഞാനെന്ന ചിന്തയും എൻ്റേതെന്ന ആ അഹന്തയും ഇനി ചെയ്തതിന് ശേഷം കിട്ടുന്ന പേര്, പ്രശസ്തി, മഹിമ, അല്ലെ പദവി, ഇതൊന്നും തന്നെ എടുക്കില്ല. ഭരതൻ അതൊന്നും സ്വീകരിച്ചില്ല, കർമ്മം ചെയ്തുകൊണ്ടേ പോയി. അതുകൊണ്ടാണ് ഗീതയിലും ഒരു സുന്ദര മഹാവാക്യം ഉണ്ടല്ലോ, കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന. കർമ്മം ചെയ്യാനേ നിനക്ക് അധികാരമുള്ളൂ. അതിന് സമ്പൂർണ്ണ അധികാരമുണ്ട് കർമ്മയോഗിക്ക്. ഫുൾ ഫോഴ്സിൽ ചെയ്യാം, എത്രത്തോളം ചെയ്യാൻ കഴിയും അത്രത്തോളം ചെയ്തോളൂ. കർമ്മം ചെയ്യാൻ നിപുണത എത്രയുണ്ടോ, പ്രാവീണ്യം എത്രയുണ്ടോ, എക്സ്പേർട്ട്നെസ് എത്രയുണ്ടോ, തൻ്റെ ഭഗവാൻ പറയും 20 നഖത്തിൻ്റെ ശക്തിയും ഉപയോഗിച്ചോളൂ, ചെയ്തോളൂ. പക്ഷെ കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കർമ്മത്തിൻ്റെ മേലെ അധികാരമുള്ളൂ. കർമ്മഫലത്തിൻ്റെ മേലെ അധികാരമില്ല. കർമ്മഫലം എങ്ങനെ കിട്ടുന്നതാണ്? എന്ത് ചെയ്തോ അതിനുള്ളത് തിരിച്ച് കിട്ടും. ഒരു കർമ്മയോഗി ഒരിക്കലും എന്ത് ചെയ്യില്ല? റിസൾട്ട് നോക്കി നിൽക്കില്ല. 10ാം ക്ലാസ്സിൽ പാസ്സായ എനിക്ക് ഫുൾ A+ കിട്ടിയാൽ ഞാൻ അപ്പം സന്തോഷിക്കാം, അതല്ല. പിന്നെയോ 10ാം ക്ലാസ് പഠിക്കുന്ന സമയം, വർഷം മുഴുവൻ അതിനുവേണ്ടി അധ്വാനിക്കുന്ന സമയം സന്തോഷത്തോടെ പഠിക്കും. ഞാൻ നന്നായി പഠിക്കും, നന്നായി ചെയ്യും, എനിക്ക് നല്ല മാർക്ക് കിട്ടും. സന്തോഷത്തോടു കൂടി ആ കർമ്മം 1 ഇയർ അല്ലാതെ സ്ട്രെസ് സ്ട്രെയിൻ അനുഭവിച്ചു, അയ്യോ 10ാം ക്ലാസ് പരീക്ഷ പിന്നെ റിസൾട്ട് വന്നാൽ സന്തോഷിക്കാം. ഇങ്ങനെ റിസൾട്ട് വരുമ്പോൾ വിചാരിച്ച പോലെ കിട്ടിയില്ലെങ്കിലോ എവിടെയെങ്കിലും മൂലയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല കർമ്മയോഗി ജീവിതം. കർമ്മയോഗി എന്ത് ചെയ്യും? ഓരോ കർമ്മവും, അത് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അല്ല, എപ്പോൾ നമ്മൾ സ്കൂളിൽ ചേരുന്നു ആ സമയത്ത് ഒരു പക്ഷേ അത്ര ബോധം ഉണ്ടാവില്ല. കുറച്ച് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 4-5ാം ക്ലാസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബോധവാന്മാരാകാൻ തുടങ്ങുമല്ലോ. അപ്പം നമ്മുടെ സ്റ്റഡീസിലാണെങ്കിൽ ഒരു നല്ല വിദ്യാർത്ഥി, ഒരമ്മ ഒരു നല്ല വീട്ടമ്മ, ജോലിസ്ഥലത്താണെങ്കിൽ അല്ലേ ഒരു നല്ല ഉദ്യോഗാർത്ഥി. നമുക്കപ്പോൾ എന്ത് തോന്നും? നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും ഭഗവത് സേവയാണ്, ബാബയുടെ സേവ എന്നേ തോന്നുന്നു. ഈശ്വരി വിശ്വവിദ്യാലയം നിങ്ങൾക്ക് ബ്രഹ്മകുമാരീസാണിത്, രാജയോഗ മെഡിറ്റേഷൻ സെൻ്ററാണ്. നമ്മൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നിത്യേന ഭഗവാനുമായി യോഗം വയ്ക്കുന്ന മക്കൾ, നമ്മൾ ഇത് ബ്രഹ്മകുമാരീസ് എന്ന് പറയില്ലേ, നമ്മൾ പറയണത് ബാബ വീടെന്നാണ്. ബാബയുടെ വീട്. കാരണം പരമാത്മാവിൻ്റെ അച്ഛനാണ്, ബാബയാണ്. എൻ്റെ അച്ഛൻ വീടാണിത്. ബാബ വീട് എൻ്റെ വീടാണ്. അതുകൊണ്ട് ബാബ വീട്ടിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ബാബയുടെ കാര്യം. ഇവിടെ അടിച്ചു വാരുകയാണെങ്കിലും നമ്മൾ ഈ ബിൽഡിംഗ് അടിച്ചു വാരുകയാണ് എന്നല്ല പറയാം.
എന്ന തോന്നലും നമുക്ക് വരില്ല. ബാബ വീട് വൃത്തിയാക്കി വയ്ക്കുക. ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും അടുക്കളയിൽ ചോറും സാമ്പാറും ഉണ്ടാക്കുന്നു എന്നുള്ള ഫീലിംഗ് അല്ല, ബാബയ്ക്കുള്ള പ്രസാദം. എന്തായി? മനോഭാവം മാറി. കർമ്മയോഗത്തിൻ്റെ സന്തുലനമാണ്. ഓരോ കർമ്മവും ചെയ്യുമ്പോൾ ബാബയുടെ ഓരോ വസ്തുക്കളാണെങ്കിലും ഒരു ചെറിയ സാധനം പോലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇത്രയും അലേർട്ടായിരിക്കും. ഇപ്പോൾ ഈ ഡ്രസ്സിനെ പ്രതി പോലും നമുക്ക് ചിന്തയുണ്ടാവും, ഇത് ബാബ തന്നത്. ഓരോരോ വസ്തുക്കളും ഇത് തന്നെയാണ്. രാജയോഗം പഠിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിൽ ആണ് ഇരിക്കണമെങ്കിലും എൻ്റെ വീടെന്ന് തോന്നില്ല. കാരണം ഞാൻ ബാബയുടേതാണെങ്കിൽ, എന്നാലും നമ്മൾ ഭക്തിയോഗം പഠിച്ചില്ലേ, ഞാൻ ബാബയുടേത്, ബാബ എൻ്റേത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ വീട് ആരുടെ വീടാ? ബാബയുടെ വീടാണ്. ഈ ശരീരവും ബാബ തന്നതാ ശ്രേഷ്ഠ കർമ്മം ചെയ്യാൻ. ഈ മനസ്സും ബാബ തന്നതാണ്. ബുദ്ധി ബാബ തന്നതാണ്, അല്ലേ? ധനം കയ്യിലുള്ളത് ബാബ തന്നത്. ഏത് കസേരയിലിരിക്കുന്നുവോ, ഏത് പൊസിഷനിലിരിക്കുന്നോ, എന്ത് ജോലി ചെയ്യുന്നോ, അത് ഗവൺമെൻറ് ജോലിയാകട്ടെ, പ്രൈവറ്റ് ജോലിയാകട്ടെ, അവനവൻ്റെ വീട്ടിലെ ജോലിയാകട്ടെ, ബാബ വീട്, ബാബയുടെ കാര്യം. അപ്പം നമ്മൾ ഒരിക്കലും ഏത് ജോലി സ്ഥലത്താണെങ്കിലും നമുക്ക് ജോലി ബോറടിക്കില്ല, ചെയ്യാതിരിക്കാനും പറ്റില്ല, ആത്മാർത്ഥതയില്ലാതെ ചെയ്യാൻ നമുക്ക് തോന്നില്ല. ഓരോ കർമ്മവും നമ്മൾ 100% കമ്മിറ്റ്മെൻറ്റോടെ ചെയ്യും. അതുകൊണ്ടിപ്പോൾ ബ്രഹ്മകുമാരി കുമാരന്മാരുടെ ജീവിത ശൈലി ഒരു കർമ്മയോഗികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എത്രയോ ആൾക്കാർ ചോദിക്കാറുണ്ടെന്നറിയോ? ജോലിക്ക് ആവശ്യമുള്ള സമയത്ത് അവിടെ വരുന്ന ആരെങ്കിലും പ്ലംബറുണ്ടോ, അവിടെ ഈ രാജയോഗം പഠിക്കുന്ന ആരെങ്കിലും ഇലക്ട്രീഷ്യനുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ളവരെ ജോലിക്ക് കിട്ടുമോ? പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചോദിക്കാറുണ്ട്. കാരണം എന്താ? മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തർക്കും. രാജയോഗം പഠിച്ച് ശരിയായ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ അതേറ്റവും പ്രധാനം. പഠിച്ചതുകൊണ്ടാവില്ല, ശരിയായി പ്രാക്ടീസ് ചെയ്യുകയും ആത്മാർത്ഥമായിട്ടൊരു രാജയോഗി ജീവിതശൈലി ഫോളോ ചെയ്യുകയും ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതം ഒരു കർമ്മയോഗി ജീവിതമായിരിക്കും. അവരൊരു കൂലിപ്പണിക്കാരനാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ആ കൂലിപ്പണി ചെയ്യും. ആത്മാർത്ഥതയോടെ സ്വന്തം വീട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പണിസ്ഥലത്തും പോയിട്ട് ചെയ്യും. അപ്പോൾ എന്താകും? വൈകുന്നേരം കൂലി കൊടുക്കുന്നവർക്ക് 10 രൂപ അധികം കൊടുക്കണമെന്ന് തോന്നും. അല്ലാതെ യജമാനനെ കാണുമ്പോൾ, വീട്ടുകാരെ കാണുമ്പോൾ കിളയ്ക്കുക, അത് കഴിയുമ്പോൾ മൺവെട്ടി വയ്ക്കുക, ആ സ്വഭാവം ഒരിക്കലും ചെയ്യില്ല. ഓരോ കർമ്മത്തിലും ഉണ്ടാകും ആത്മാർത്ഥത. അതാണ് കർമ്മയോഗിക്ക് ഉണ്ടാകുന്ന ഫസ്റ്റ് ക്വാളിറ്റി. കാരണം എന്താ? ഓരോന്നും ചെയ്യുമ്പോൾ ഈ ബോധം ഉണ്ടാകും, ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ ബോധം ഉണ്ടാവും, ഇത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ സൂക്ഷിക്കണം? ഓരോന്നും സദുപയോഗം ചെയ്യണം, സദുപയോഗം. അതുകൊണ്ട് ബാബ ഓരോ കുട്ടികളും, ഓരോ രാജയോഗികളായ കുട്ടികളും 1 രൂപ പോലും എടുത്ത് ചിലവാക്കുമ്പോൾ ചിന്തിക്കും, ഇത് ഭഗവാന്റെ പേഴ്സാണ്. അല്ല, ഞാൻ അധ്വാനിച്ചത്. പണ്ട് നമുക്ക് അങ്ങനെയല്ലേ, ഞാൻ സമ്പാദിച്ചു, ഞാൻ ചിലവാക്കുന്നു. ഇനി അങ്ങനെയല്ല. ഇനി കയ്യിലിരിക്കുന്ന പേഴ്സ് എന്താ ഓർമ്മ വേണം? ബാബയുടെ പേഴ്സാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മണി പോലും, മക്കളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ, കുട്ടി മക്കളെല്ലാം, 1 മണി ചോറ് പോലും വേസ്റ്റാക്കരുത്. ആരുടേതാണ്? ബാബയുടെ പ്രസാദാണ്, ഭഗവാൻ നൽകുന്ന പ്രസാദാണ്. ആവശ്യത്തിന് മാത്രം വാങ്ങുക, ആവശ്യത്തിന് മാത്രം വാങ്ങിയിട്ട് കഴിക്കുക. പക്ഷേ കഴിക്കുന്ന 1 മണി പോലും വേസ്റ്റ് ചെയ്യരുത്. കാരണം വേസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ഓർമ്മ വേണം? പ്രസാദമാണ് ഞാൻ വലിച്ചെറിയുന്നത്. ആ ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? 1 മണി ചോറ് പോലും വേസ്റ്റ് ചെയ്യില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം പോലും വീണുടയില്ല. അത്ര അറ്റൻഷൻ ഉണ്ടാവും നമുക്ക്. നമ്മുടെ അശ്രദ്ധ കൊണ്ടൊരു സാധനം കേടുവരില്ല. കാരണം ഭഗവാന്റെ, എൻ്റെ വീട്ടിലേ എന്നുള്ളതല്ല, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ വീട്ടുപകരണവും കെയർഫുള്ളായിട്ട് ഉപയോഗിക്കും. കെയർഫുള്ളായിട്ട്. എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു, ഫോൺ ഇതാ ഉടഞ്ഞു, അങ്ങനെയല്ല. അറ്റൻഷൻ വേണം. ഇത് ബാബ തന്ന മുതല, ഇത് ബാബയുടേതാ. ഓരോ സാമഗ്രികളെ പ്രതിയും ഈ അറ്റൻഷൻ നമുക്കെല്ലാവർക്കും, ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും. അല്ലാതെ ഇതെനിക്ക് സ്ത്രീധനം കിട്ടിയതാ, അതല്ലെങ്കിൽ ഇത് ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ചതാ, ഇതെൻ്റെയാണ്.
കർമ്മയോഗിക്കെല്ലാം എല്ലാം ബാബ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ അതിനെ സതുപയോഗം ചെയ്യുക. അതിലൂടെ എനിക്കും കുടുംബത്തിനും അനേകർക്കും മംഗളകരമായ കാര്യങ്ങളിൽ ഉപയോഗിക്കണം. ജനമംഗളം നടക്കണം അതിലൂടെ. അതായിരിക്കണം ലക്ഷ്യം. അതിനെയാണ് വിശ്വമംഗളം എന്ന് പറയുന്നത്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ശരീരം, മനസ്സ്, ധനം, ബുദ്ധി, കഴിവ്, ശ്വാസം, ഓരോരോ സാമഗ്രികളെയും സഫലമാക്കുക. അപ്പോഴേ അതിനെ സഫലം എന്ന് പറയും. സഫലം, നല്ല ഫലത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കാൻ കഴിയും. അത് ഓർമ്മ വരുന്നത് ഒരു കഥയാണ്. ഒരു രാജാവ് 3 പുത്രന്മാരുണ്ട്. അപ്പോൾ രാജ്യം ആരെ ഏൽപ്പിക്കണമെന്നുള്ള ചിന്തയാണ്. അപ്പോൾ എന്ത് ചെയ്തു? മക്കളെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഓരോ ചക്ക നെല്ല് 3 ആളുടെ കയ്യിലും കൊടുത്തു. 3 പേർക്ക് നൽകി. ഒരു വർഷത്തിന് ശേഷം 3 ആളോടും ചോദിച്ചു, അച്ഛൻ തന്ന നെല്ല് എവിടെ ചോദിച്ചു. ഒന്നാമൻ വന്നിട്ട് പറഞ്ഞു, അത് ഞാൻ കൊണ്ടുപോയി വെച്ചു, പക്ഷേ ഒക്കെ എലിയും അതും ഇതുമൊക്കെ വന്നിട്ട് കഴിച്ചു തീർത്തപ്പോൾ ഒന്നുമില്ല. രണ്ടാമൻ ഏൽപ്പിച്ച ചക്ക അതേപോലെ കൊണ്ടുവന്ന് കൊടുത്തു. എനിക്കറിയാം അച്ഛൻ ചോദിക്കുമെന്ന് എപ്പോഴെങ്കിലും, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. ഇതാണത്. മൂന്നാമൻ എന്ത് ചെയ്തു? മൂന്നാമനോട് ചോദിച്ചപ്പോൾ മൂന്നാമൻ ട്രക്കിൽ നെല്ലിൻ്റെ ചാക്കുകൾ കൊണ്ടുവന്ന് ഇറക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ തന്ന ആ ഒരു ചാക്ക് നെല്ലൊക്കെ ഞാൻ കൊണ്ടുപോയി വിതച്ച് അതിനെ കൃഷി ചെയ്തതാ, ഇത്രയും എനിക്ക് ചാക്കുകൾ അതിൽ നിന്ന് കിട്ടിയതാണ്. ഇത് അച്ഛനുള്ള കാണിക്ക. ഇതുപോലെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. പക്ഷേ എങ്ങനെയൊക്കെ സൂക്ഷിച്ചു? 3 പേരും 3 തരത്തിൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് മുതൽ, ശരീരവും മനസ്സും ധനവും എല്ലാം. അതിനെ സൂക്ഷിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അലമാര വെച്ച് പൂട്ടുക എന്നുള്ളതല്ല. ഇതിന് കുറേ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇതിനെ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്ത് കുറേ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒരു പണിയെടുക്കാതെ ഇരുന്ന് ഈ ശരീരം തുരുമ്പിച്ചു പോയാൽ ഇറ്റ്സ് വേസ്റ്റ്. ഭൂമിയുടെ മേലെ ഇരുന്ന് ജീവിച്ച് കഴിച്ചും കുടിച്ചും തീർത്ത് ഭൂമിക്കൊരു ഭാരമായി മരങ്ങൾ ചത്ത് വീഴുന്നത് പോലെ, ജീർണിച്ച് വീഴുന്ന പോലെ വീഴാം. എന്നാൽ പോലും അവയ്ക്ക് ഉപയോഗമുണ്ട്. എത്ര പേര് യൂസ് ചെയ്യുന്നൊരു മരത്തെ? നമ്മുടെ ജീവിതം അങ്ങനെ ആവരുത്. നമ്മുടെ ഈ ശരീരം കൊണ്ട് ഇതിനെ തീറ്റിപ്പോറ്റുന്ന പ്രകൃതി മാതാവ് ഇത്രയും തരുന്നുണ്ട്. അച്ഛനമ്മ 10, 15, 20 വർഷം വരെ നമുക്ക് ആദ്യം സ്കൂളും കോളേജും പഠിപ്പ് അത് ഇതെന്ന് പറഞ്ഞ് തീറ്റിപ്പോറ്റുന്നുണ്ട് നമ്മളെ. നമ്മുടെ കൈകാല് വളരാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ റിട്ടേൺ സർവീസ് ചെയ്യണം. ഓരോരുത്തരും ഞാൻ സ്കൂളിൽ പഠിക്കുക, കോളേജിൽ പഠിക്കുക, എനിക്ക് ഓൺലൈനാണ്. ഓൺലൈൻ? എത്ര സമയം പഠിക്കും? അത് കഴിഞ്ഞുള്ള സമയം എന്താ ചെയ്യണേ? പിന്നെ ഓൺലൈനിൽ ഇരുന്നിട്ട് കളിക്കണ്ട. ഇപ്പോൾ സ്കൂളിലും കോളേജിലൊന്നും പോകണ്ടല്ലോ. കുട്ടികൾ ധാരാളം പേര് ക്ലാസ് കേട്ടോണ്ടിരിക്കുകയല്ലേ, സത്സംഗം. കർമ്മയോഗികൾ എന്ത് ചെയ്യണം? സ്കൂൾ കോളേജ് സ്റ്റഡീസ്, അതിൻ്റെ ഒരു ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം ഏറ്റവും നല്ല കളി കർമ്മമാണ്. എന്ത് ചെയ്യുക? അമ്മയുടെ കൂടെ സഹായിക്കുക, അച്ഛൻ്റെ കൂടെ സഹായിക്കുക. അമ്മ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ അടിച്ചു കൊടുക്കുക, തുടച്ചു കൊടുക്കുക, തേങ്ങ ചിരകി കൊടുക്കുക, കഷ്ണം മുറിച്ചു കൊടുക്കുക, എന്തെല്ലാം ചെയ്യാം അല്ലേ? അത് ഫസ്റ്റ് ക്ലാസ് കളികളാണ്. ആർക്കും വിഷമമൊന്നും വേണ്ട. സ്കൂളിൽ പോകാൻ പറ്റണില്ല, കളിക്കാൻ പറ്റണില്ല. ഇതിലും വലിയ കളി എന്താ? സ്വന്തം അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ അച്ഛൻ പറമ്പിൽ പണിയെടുക്കുകയാണോ, കൂടെ പോയിട്ട് സഹായിക്കുമോ? ഫസ്റ്റ് ക്ലാസ് കളി. ശരീരവും എനർജറ്റിക്കാകും, മനസ്സ് എനർജറ്റിക്കാവും. അച്ഛൻ്റെ അമ്മയുടെ ആരാണോ കൂടെ, ഹസ്ബൻഡോ വൈഫോ ആങ്ങളെയോ പെങ്ങളോ എല്ലാവരുടെയും, നമുക്ക് നമ്മുടെ മുതിർന്നവരുടെ നമ്മുടെ കൂടെയുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് ആശീർവാദവും കിട്ടും. ഇത് വേറെ ഒരു കളിയിലും കിട്ടില്ല. അവനവൻ്റെ വീട്ടിൽ കാര്യങ്ങളിൽ സഹായിക്കൂ പരസ്പരം. അതാണ് ഭഗവാൻ പഠിപ്പിക്കുന്ന കർമ്മയോഗി ജീവിതശൈലി. അല്ല ഞാൻ രാജയോഗം പഠിച്ചു, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം, 24 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കാൻ ഭഗവാൻ പറഞ്ഞിട്ടില്ല. മെഡിറ്റേറ്റീവ് മൂഡ് ഉണ്ടാകണം. ഭഗവാൻ പറയും നിരന്തരം യോഗിയായിരിക്കണം, യോഗി ജീവിതശൈലി ആയിരിക്കണം. ഒരു യോഗിയുടെ മനോഭാവമാണ് നമുക്ക് വേണ്ടത്. യോഗി മനോഭാവം വേണം. അതിനൊരു തമാശയ്ക്കൊരു സംഭവം പറയാറുണ്ട്. കർമ്മയോഗിയും അതേപോലെ ഭക്തിയോഗവും കർമ്മയോഗവും തമ്മിൽ മനസ്സിലാക്കി കൊടുക്കാൻ. ഒരാളൊരു കിണറ്റിൻ്റെ കരക്കിരുന്നിട്ട് സുഖമായിട്ട് തേച്ച് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് തേക്കണ സാധനം ഈ സ്ക്രബ്ബർ പോലെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, പോത്തങ്ങ അയാളുടെ കയ്യിൽ നിന്ന് താഴെ വീണു, കിണറ്റിൽ പോയി വീണു. അയാൾ അവിടെ നിന്ന് പറയാം, കൃഷ്ണ കൃഷ്ണ പാടിക്കൊണ്ട്, കൃഷ്ണ നീ ആ കിണറ്റിൽ വീണ പോത്തങ്ങ അങ്ങ് എടുത്തതാ. കൃഷ്ണൻ വന്ന് പോത്തങ്ങയൊന്നും എടുത്ത് തരില്ലല്ലോ, തേച്ച സാധനം. ആരെടുക്കണം?
അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വഴിപോക്കുന്ന ഒരാൾ വരികയാണ്. അയാൾ പറഞ്ഞു, നീ എന്തായാലും ഈ കിണറ്റിൻകരയിലിരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തേച്ചുകൊണ്ടിരുന്ന പോത്തങ്ങ അതാ കിണറ്റിൽ പോയി വീണു, ഞാൻ കൃഷ്ണനോട് പറയുമായിരുന്നു എടുത്തു തരാൻ, കാരണം ഭയങ്കര ഭക്തനാണ്. അപ്പോൾ അയാളൊരു കർമ്മയോഗിയായിരുന്നു. അയാൾ പറഞ്ഞ്, നിനക്ക് കൃഷ്ണൻ ഓൾറെഡി അത് എടുക്കാനുള്ള എല്ലാം തന്നിട്ടുണ്ട്, അതിനാണ് ഈ തൊട്ടിയും കയറി ഈ കിണറ്റിൽ കിടക്കണത്, തൂക്കിയിട്ടിരിക്കണ കണ്ടില്ലേ, നീ അതിട്ടിട്ട് അത് എടുക്ക് കോരി, അത് കൃഷ്ണൻ നിനക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, ഇനി എന്തിനാ നീ കൃഷ്ണനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണം. അതാണൊരു കർമ്മയോഗിയും അല്ലേ ഭക്തിയോഗവും തമ്മിലുള്ള അന്തരം. ഭക്തി പറഞ്ഞാൽ വെറും നമ്മൾ കണ്ണടച്ച് ഭഗവാനെ എല്ലാം നീ ചെയ്തോ പറഞ്ഞിട്ട് വിടല്ല, ഉള്ളുകൊണ്ട് ഭഗവാനെ സമർപ്പിക്കുന്നത് വേറെ. പക്ഷെ കർമ്മം ആര് ചെയ്യണം? മനസ്സിൻ്റെ സമർപ്പണം ഭഗവാന്റെ അടുത്തും. ഇന്ദ്രിയങ്ങൾ ആരുടെ ഉപയോഗിക്കണം? ഭഗവാൻ എല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ മുതൽ ബ്രഹ്മമുഹൂർത്തം മുതൽ രാജയോഗം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് വീട്ടിലടച്ചിരിക്കേണ്ട ആവശ്യമില്ല. അതല്ല, തീർച്ചയായും ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. ബ്രഹ്മമുഹൂർത്തം അത് നമ്മുടെ വീട്ടിൽ ആർക്കും ഒരു തടസ്സമില്ലാത്ത സമയം. അതിരാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ ധ്യാനം ചെയ്യാം. നമ്മൾ കിടന്നുറങ്ങിക്കളയുന്ന സമയമാണ് നമ്മൾ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരു കാര്യവും മുടങ്ങില്ല. പക്ഷെ 1 മണിക്കൂർ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് പകൽ സമയത്ത് നിങ്ങൾ നേരത്തെ 4 മണിക്കൂർ അധ്വാനിച്ചിരുന്ന കാര്യം 2 മണിക്കൂറിൽ തീരും. ബാക്കി 2 മണിക്കൂർ നിങ്ങൾക്ക് സേവായി കിട്ടും. 10 മണിക്കൂർ ജോലി ചെയ്തവർക്ക് 15 മണിക്കൂർ ജോലി ചെയ്യാൻ നമ്മൾക്ക് അത്രത്തോളം എഫിഷ്യൻസി ഉണ്ടാക്കും. കാര്യക്ഷമത നമ്മുടെ വർദ്ധിക്കും. അത് വിദ്യാർത്ഥികളാണെങ്കിലും പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ജോലിക്കാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും എത്ര ആയിരക്കണക്കിന് പേര് അവരവരുടെ സ്വന്തം അനുഭവങ്ങൾ പറയാറുണ്ടെന്നറിയോ? നമുക്കേ അത്ഭുതം തോന്നും. ഇത്രയും തിരക്ക് പിടിച്ച കുടുംബ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് ഇത്രയും സമയം എങ്ങനെ കണ്ടെത്തണം? കാരണം നമ്മുടെ ലൈഫ് വളരെ കർമ്മയോഗി ജീവിതത്തിൽ നമുക്ക് വളരെയധികം ഊർജം, ഉന്മേഷം, സന്തോഷം. അതുകൊണ്ടാണ് 4 മണിക്കൂർ പണ്ട് എഴഞ്ഞ് ചെയ്തിരുന്ന പണി 2 മണിക്കൂർ എന്തുകൊണ്ടാണ് തീരുന്നത്? കർമ്മയോഗിക്ക് എപ്പോഴും ഉണർവും ഉത്സാഹവും സന്തോഷവും ഉണ്ടാകും. ജോലി ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ട് സന്തോഷിക്കാൻ പറഞ്ഞിരിക്കില്ല ആൾ, പിന്നെ സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരിക്കുക ഓരോ കർമ്മം. അതാണ് കർമ്മയോഗി. യോഗമുണ്ട്. ഞാനൊരു ആത്മാവാണ്, ബാബയുടെ കുട്ടിയാണ്, ഭഗവാന്റെ കുട്ടിയാണ്, ബാബ എന്നെ ഏൽപ്പിച്ച ജോലി. അയ്യോ, ഞാൻ ഈ വീട്ടിലെ ഒരു അടുക്കളപ്പണി തീരാത്തൊരു പണി, രാവിലെ കയറി എനിക്ക് വൈകിട്ട് വരെ പണിയാണല്ലോ. അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നൊരു അയ്യോ, ലോക്ക്ഡൗൺ ആയപ്പോൾ 4 മണിക്കൂറിന് 8 മണിക്കൂറിന് പകരം ഇപ്പോൾ 15 മണിക്കൂർ എന്തൊരു വർക്ക് ലോഡ്. ഈ ബോധത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വർക്ക് ലോഡാക്കും. അപ്പം ലോഡാക്കും. പക്ഷേ ബാബ എന്നെ ഏൽപ്പിച്ച സേവനം, വീട്ടിലെ ജോലിയാണെങ്കിലും അടുക്കളയിലെ ജോലിയാണെങ്കിലും പറമ്പിലെ ജോലിയാണെങ്കിലും ഓഫീസിലാണെങ്കിലും, നിങ്ങൾ നേരത്തെ 8 മണിക്കൂർ ചെയ്തിരുന്നവർക്ക് ഇപ്പോൾ 12 മണിക്കൂർ ചെയ്യേണ്ടി വന്നാൽ ബാബയുടെ സേവ എന്നുള്ള രീതിയിൽ മനോഭാവത്തിലൊരു ഷിഫ്റ്റ്, അതാണ് കർമ്മയോഗം. ഭഗവത് കാര്യം, ബാബയുടെ സേവ, ഭഗവാൻ എന്നെ ഏൽപ്പിച്ചത്. ഈ മനോഭാവത്തോടു കൂടി കർമ്മവും യോഗവും സന്തുലനമാകുമ്പോൾ ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന പൂർണ്ണ അവബോധം, അത്രത്തോളം നമ്മുടെ ആറ്റിറ്റ്യൂഡിലുണ്ടാകുന്ന മനോഭാവത്തിലുണ്ടാകുന്ന ചേഞ്ച്, നമ്മുടെ സമർപ്പണ മനോഭാവം. ഇന്നലെ പറഞ്ഞില്ലേ, പ്രേമത്തോടു കൂടി ആ കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താകും? കർമ്മം ഒരു കളി പോലെ തോന്നും, ഭാരം ഫീൽ ചെയ്യില്ല. നിങ്ങൾക്കിപ്പോൾ തന്നെ വ്യത്യാസം തോന്നുന്നുണ്ടാവുമല്ലോ. പലരും ഇപ്പോൾ ഈ സത്സംഗം കേട്ട് തുടങ്ങിയപ്പോൾ ഒരു ദിവസം ആ മാഷ് അനുഭവം പറയുന്നുണ്ടായിരുന്നല്ലോ അല്ലേ, എത്ര കാര്യങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ ലൈറ്റായിട്ട് പോകുന്നതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാകും. ബ്രഹ്മബാബ ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകൻ ബ്രഹ്മബാബയുടെ ജീവിതത്തിൽ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. 1936 മുതൽ 36 അദ്ദേഹത്തിന് ഈശ്വരീയ ജ്ഞാനം കിട്ടുന്നത്, ശിവബാബയെ തിരിച്ചറിയുന്നത്, ജ്ഞാനം കേൾക്കാൻ തുടങ്ങി. ചിത്രത്തിൽ കാണുന്നത് ബ്രഹ്മബാബയ്ക്ക് ശിവബാബയുടെ പരിചയം കിട്ടി. ജീവിതത്തിലുണ്ടായ മാറ്റം, കാരണം നിങ്ങളോട് കഴിഞ്ഞ ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നുവല്ലോ സിസ്റ്റർ, ബ്രഹ്മബാബ ഒരു കോടീശ്വരനായ ബിസിനസ്സുകാരനായിരുന്നു. തനിക്ക് ചുറ്റും ഇഷ്ടം പോലെ പരിചാരക വൃന്ദത്തോടു കൂടി ജീവിച്ചിരുന്ന ആൾ. പക്ഷേ യോഗി ജീവിതം ആരംഭിച്ചപ്പോൾ, രാജയോഗി ജീവിതം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ചേഞ്ച്, കർമ്മയോഗി ജീവിത ശൈലിയെക്കുറിച്ച്
നമുക്ക് കേൾക്കാം. ഒരിക്കൽ ഈ വിശ്വവിദ്യാലയത്തിൽ തന്നെ ക്ലാസ്സുകളുടെ ഇന്ത്യയിൽ ആദ്യം സേവനം ആരംഭിച്ചപ്പോൾ ആരംഭത്തിൽ വന്ന ഒരു സഹോദരൻ, ജഗദീഷ് ഭായി എന്നാണ് പേര്. അതാണ് ചിത്രത്തിൽ കാണുന്നത്. ജഗദീഷ് ഭായി അനുഭവം പറയാറുണ്ട്. ബ്രഹ്മബാബയെ ഫസ്റ്റ് കണ്ട അനുഭവം. അദ്ദേഹം മൗണ്ട് അബുവിൽ ചെല്ലുമ്പോൾ, അന്നൊക്കെ മൗണ്ട് അബു എന്ന് പറയുന്നത് വളരെ ഒരു കാട് പിടിച്ച പ്രദേശം പോലെയായിരുന്നു. സഞ്ചരിക്കാൻ റോഡ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രഹ്മബാബയും ബാബയോടൊപ്പം ബാക്കി കുടുംബാംഗങ്ങൾ ഏകദേശം 350-400 പേര് ഒരുമിച്ച് താമസിച്ചിരുന്ന കെട്ടിടം മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കുറച്ച് പോകണം. അപ്പോൾ ആ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്നിടത്ത് ഒട്ടും വഴിയില്ല, വെറും ഇത്രയും വലിയ വലിയ കല്ലുകളാണ്. അപ്പോൾ ബാബ രാവിലെ, ബാബയുടെ ജോലി എന്താണ്, മൺവെട്ടി എടുത്തിട്ട് 1-2 സഹോദരന്മാരെ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അവരെയും കൂട്ടിയിട്ട് ബാബ രാവിലെ മുതൽ ആ റോഡ് ശരിയാക്കാൻ, എൻ്റെ കുട്ടികൾ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റീപ്പ്, ഒരു ചെറിയ കുന്നു പോലെയാണ്. അപ്പോൾ കുട്ടികൾ വരുന്ന സമയത്ത് ആരും കല്ലിൽ തട്ടി മറിഞ്ഞു വീഴരുത്. എന്നിട്ട് ആ ഭാഗം നിരപ്പാക്കാനും ഉരുളൻ കല്ലുകൾ മാറ്റാനും ഒരു ട്രൗസറും ഒരു ബനിയനും ഇട്ടിട്ട് രാവിലെ മുതൽ ആ റോഡ് പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇദ്ദേഹം ഡൽഹിയിൽ നിന്ന് വരുന്നത്. ബാബയെ കാണാൻ വേണ്ടിയിട്ട് വരിക. ഭഗവാന്റെ രഥം, ബാബ ഈ ഈശ്വരി യജ്ഞത്തിൻ്റെ സ്ഥാപകനെ കാണാൻ വേണ്ടി വരുമ്പോൾ വന്ന് നോക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കൂട്ടത്തിൽ ബാബയുണ്ട്. അപ്പോൾ അഡ്രസ്സ് ചോദിക്കുകയാണ്, ബിൽഡിംഗ് എവിടെയാണെന്ന്. ബാബ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നതാ, അങ്ങോട്ട് നടന്നു പോയാൽ അവിടെയാണ്. ആരെ കാണാനാണ് വന്നിരിക്കണേ? ബാബയെ. ആൾ പോയി കുളിച്ച് റെഡിയായിട്ട് ബാബയെ കാണാനുള്ള സമയമായി. അപ്പം നോക്കുമ്പോൾ എന്താ, റോഡ് പണിയെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ബാബ മുന്നിൽ വരും. ആളാകെ അത്ഭുതപ്പെടുക, ഇതാണോ ബാബ? ഇയാളല്ലേ അവിടെ റോഡിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കണ കണ്ടത് ഞാൻ. കാരണം ആളുടെ മനസ്സിലെന്താ, ഈ യജ്ഞത്തിൻ്റെ സ്ഥാപകൻ ഏതോ ഒരു സിംഹാസനത്തിലിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ ചിത്രം മനസ്സിൽ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ വന്നപ്പോൾ കണ്ടതെന്താ, കർമ്മയോഗിയായ ബാബയാണ്. ഇപ്രകാരം ബാബ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരുന്നു ജഗദീഷ് ഭായ്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് ബാബ അരിയിൽ ഗോതമ്പിലെ കല്ലൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കണം, ധാന്യം വൃത്തിയാക്കുന്നിടത്ത്. കുറച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്തുണ്ട് ബാബ വാള് വെച്ചിട്ട് ആരോ മരം പീസുകൾ, കെട്ടിടം പണിക്കുള്ള മരം ശരിയാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരറ്റത്ത് ബാബ ആ വാളിൽ പിടിച്ചിട്ട് അറുത്തുകൊണ്ടിരിക്കണം. അത് ഇദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ട്, ഇദ്ദേഹം യോഗിയാണല്ലോ, ഇദ്ദേഹം എപ്പോഴാണ് യോഗം ചെയ്യുന്നത്? രാത്രി സ്റ്റേ സമയത്ത് നോക്കുമ്പോൾ രാത്രി ലാസ്റ്റ് ലൈറ്റ് അണയുന്നത് ബാബ താമസിക്കുന്ന റൂമിലാണ്. രാവിലെ എഴുന്നേറ്റ് ഇദ്ദേഹം, ജഗദീഷ് ഭായും വളരെ ബാബയെ ഓരോ കാര്യങ്ങളിലും അനുകരിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ആൾക്ക്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ 2 മണിക്ക് നോക്കുമ്പോൾ 1:30 മണിക്ക് നോക്കുമ്പോഴേ ബാബയുടെ റൂമിൽ ലൈറ്റ് ഉണ്ട്. രാവിലെ 2 മണി മുതൽ രാവിലെ 5 മണി വരെയുള്ള സമയം, ആ സമയമാണ് അദ്ദേഹം വ്യക്തിഗതമായ ധ്യാനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. 5 മണിക്ക് ശേഷം ബാക്കി രാത്രി 10 മണി വരെയുള്ള സമയം കേവലം ജനമംഗളത്തിന് വേണ്ടിയിട്ട് കർമ്മയോഗിയായി ഉപയോഗിച്ചിരുന്നു. അപ്പോഴാണ് ജഗദീഷ് ഭായിക്ക് മനസ്സിലാകുന്നത്, ഇദ്ദേഹം ഇത്രയും വലിയൊരു കർമ്മയോഗിയാണ്. തൻ്റെ വ്യക്തിപരമായ യോഗത്തിന് വേണ്ടി തൻ്റെ അതിരാവിലത്തെ സമയമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. എല്ലാവരും ഉറങ്ങിക്കളയുന്ന സമയമാണ് അദ്ദേഹം മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി മുഴുവൻ സമയം 18 മണിക്കൂർ വരയ്ക്കും അധ്വാനിക്കുന്ന കർമ്മയോഗിയാണ് അവിടെ കണ്ടത്. വയസ്സെത്ര? ബാബയ്ക്ക് 60 വയസ്സിന് ശേഷമാണ് ജ്ഞാനം കിട്ടിയത്. അതിൽ 75 വയസ്സിന് ശേഷമുള്ള ചരിത്രമാണ് മൗണ്ട് അബുൽ. അതുവരെ അതിന് മുമ്പ് കറാച്ചിയിലായിരുന്നു. ആ സമയത്തെയാണ് ഈ ചിത്രം കാണുന്നത്. ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ ദിവസമുള്ള മഹാവാക്യം, ഇന്നലത്തെയും സത്സംഗത്തിൽ ഈശ്വരൻ്റെ മഹാവാക്യത്തിൽ ഭഗവാൻ പറഞ്ഞ, മക്കളെ സത്യുഗം റെഡിയാകും വരയ്ക്കും, നിങ്ങൾ സദൗഗുണിയായി സത്യുഗത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നത് വരയ്ക്കും, പൂർണ്ണ യോഗ്യരാകുന്നത് വരയ്ക്കും ആറാം ഹറാം എന്ന് പറയുക ബാബ എപ്പോഴും. നിങ്ങൾക്ക് വിശ്രമം അനുവദനീയമല്ല. നിങ്ങൾ ചുമ്മാതിരിക്കാൻ പാടില്ല, പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കരുത്. ഈ ശരീരത്തെ വേസ്റ്റാക്കാതെ ഉപയോഗിക്കാതിരിക്കരുത്. ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഇത് എനർജറ്റിക് ആയിട്ടിരിക്കും. ഉപയോഗിക്കാതിരുന്നാലോ മുട്ടുവേദന, കാലുവേദന, ഇന്ന് തലവേദന, നാളെ കണ്ണുവേദന, വേദനയോടെ വേദന. എന്താ കാര്യം?
ഇന്നിപ്പോൾ ഇഷ്ടംപോലെ ഉപകരണങ്ങൾ വന്നു സയൻസിൻ്റെ. നമ്മുടെ ശരീരത്തിന് അധ്വാനം കുറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ യോഗാസനങ്ങൾ ചെയ്യണം, എക്സ്ട്രാ അല്ലേ എക്സർസൈസ് ചെയ്യണം. കാരണം ഫിസിക്കൽ കർമ്മങ്ങൾ നമ്മുടെ കുറഞ്ഞു. അതേസമയം പാടത്തും പറമ്പിലും വീട്ടിലും അല്ല മുറ്റടിച്ചും വിറക് കോരിയും വെള്ളം കോരിയും അമ്മിയിലരച്ചും ആട്ടുകല്ലിൽ അരച്ചും ഒക്കെ ജീവിച്ചിരുന്ന ഒരു സമൂഹം നമ്മുടെ അമ്മമാർ, മുത്തശ്ശന്മാരുടെ കാലം. അവർ പ്രത്യേകിച്ചൊരു അവർക്ക് പ്രാണായാമം ഒരു ആസനങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ നമ്മളെക്കാളും ഹെൽത്തിയാണ്. ഇന്നും പഴമക്കാർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പറയില്ല ഇത് പഴയ മണ്ണാണ്. കാരണം അവർ ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കില്ല. അത്രത്തോളം തങ്ങളുടെ ശരീരത്തെ സദുപയോഗം ചെയ്തു അല്ലേ. അപ്പം അതുകൊണ്ട് കർമ്മയോഗി ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ കർമ്മനിരതരായിരിക്കും. കർമ്മയോഗി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കരുത്, അയ്യോ കർമ്മം എന്ന് പറഞ്ഞ് കിടന്ന് പടഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. കർമ്മം ചെയ്യും പുറമേ വലിയ വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആന്തരികമായി ശാന്തരായിരിക്കും, ആന്തരികമായി സന്തോഷം അനുഭവിച്ചുകൊണ്ട്. കാരണം ബേജാറടിച്ച് ചെയ്യുന്നത് കർമ്മയോഗമല്ല. അയ്യോ എനിക്കതും ചെയ്യണമല്ലോ ഇതും ചെയ്യണമല്ലോ. ബാബ കർമ്മയോഗമല്ലേ പഠിപ്പിച്ചിരിക്കണേ. കർമ്മങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. എല്ലാം ചെയ്തുകൊണ്ടും ആന്തരികമായി നമ്മൾ ഉള്ളിൽ വളരെ ശാന്തം, ഉള്ളിൽ സന്തോഷമാണ്, ഉള്ളിൽ ഭാരരഹിതമായൊരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. ഓരോ കാര്യങ്ങൾ നടക്കണം. സിസ്റ്റർക്ക് എത്രയോ സമയങ്ങളിൽ അനുഭവം ഉണ്ടെന്നറിയോ. നമുക്ക് ശരിക്കും തോന്നും ഒരു എന്താ പറയുക, നമ്മൾ വേറെ ഈ കാര്യങ്ങൾ ആരോ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന ഒരു ഫീലിംഗ് നടക്കുന്നത് നമുക്കറിയാം. വലിയ വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും എത്ര സഹോദരിമാർ, നിങ്ങൾ ഈ ബ്രഹ്മകുമാരീസിലെ എല്ലാ സേവാകേന്ദ്രം നിങ്ങളുടെ നിയറസ്റ്റ് ബ്രാഞ്ചിൽ എപ്പോഴാണ് നിങ്ങൾക്ക് പോകാൻ പറ്റണ പോയി നോക്കിക്കോളും. എല്ലാ സേവാകേന്ദ്രങ്ങളും നടത്തുന്നത് മിക്കവാറും സഹോദരിമാരാണ്. കുറച്ച് സഹോദരന്മാർ നമ്മുടെ കൂടെ ഉണ്ടാവും. അവരെല്ലാം ചെറിയ പ്രായത്തിൽ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഭായി സിസ്റ്റർ എടുത്ത് ചോദിച്ചു രാവിലെ, സിസ്റ്റർ പാലക്കാട് വരുമ്പോൾ സിസ്റ്റർക്ക് ഈ ശരീരത്തിന് എത്ര പ്രായം ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു ആ സമയത്ത് എനിക്ക് 21-22 വയസ്സാണ്. അപ്പോഴാണ് സിസ്റ്റർക്ക് ഈ പാലക്കാട് ജില്ലയിലെ ഈ സേവാ കേന്ദ്രങ്ങളുടെ മുഴുവൻ ബ്രഹ്മകുമാരീസിൻ്റെ ചുമതലകർത്താവായത്. ഞാൻ പറഞ്ഞു അപ്പോഴാണ് ബാബ ഏൽപ്പിച്ചത്. ഇതേപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിശ്വത്തെമ്പാടും മുഴുവൻ വിശ്വത്തിൽ ആദ്യമേ ഒരു ഭാഗത്ത് സിസ്റ്റർ പറഞ്ഞില്ലേ 17 വയസ്സിലാണ് ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ മുഖ്യ പ്രശാസികയായിട്ട് ചുമതലയേൽക്കുന്നത് മമ്മ ജഗദംബ സരസ്വതി, ഈ യജ്ഞത്തിൻ്റെ മാതാവ്. 16 വയസ്സിൽ ടെൻഡർ ഏജിൽ വന്നൊരു പെൺകുട്ടിയിലുണ്ടായ ഒരു 6 മാസം കൊണ്ടുണ്ടായ പരിവർത്തനം കണ്ടിട്ട് ബ്രഹ്മബാബ പരമാത്മാ സർവശക്തിവാനം ഈ മുഴുവൻ യജ്ഞത്തിൻ്റെ ചുമതലകർത്താവാക്കി മാറ്റി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ വീടുകളിൽ, നിങ്ങളുടെ എല്ലാം വീടുകളിൽ 10, 15, 16, 17, 18, 19, 20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് വരെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ടാവും. പക്ഷെ ഓരോരുത്തർ എത്ര റെസ്പോൺസിബിലിറ്റിയോടുകൂടി എത്ര കാര്യങ്ങൾ ചെയ്യും. ഇവിടെ ഒരു 20 വയസ്സ് ആകുമ്പോഴേക്കും 15-20 വയസ്സിൻ്റെ ഉള്ളിൽ എത്ര വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് ഭഗവാൻ ഓരോരോ മക്കളെയും, അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, പ്രാപ്തരാക്കുന്നതെന്നറിയോ. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റണേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റണം. നമുക്ക് ഫീൽ ചെയ്യും എങ്ങനെ ബാബ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് നമ്മളെ യൂസ് ചെയ്യുന്നു. ഒരു തവണ എപ്പോഴും സിസ്റ്റർ പറഞ്ഞില്ലേ, ഒരു ഇലക്ട്രീഷ്യൻ്റെ ബാഗിൽ കിടക്കുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ പോലെ എപ്പോഴും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് ബാബ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമുക്ക് എന്തേ ചെയ്യണ്ടു? ബാബ യൂസ് മീ, ഐ ആം റെഡി. നമ്മൾ യൂസ്ഫുൾ ടൂളായിട്ടിരിക്കുക. നമ്മൾ വെറുതെ ചടഞ്ഞുകൂടിയിരുന്നാൽ ഉപയോഗിക്കാൻ പറ്റില്ല. ആലസ്യവും ബാധിച്ച് അലസതയും ബാധിച്ച് അയ്യോ എനിക്കൊന്നിനും പറ്റില്ല. ഇല്ല, ഞാനൊരാത്മാവാണ്. ഈ ശരീരം എനിക്ക് തന്നിരിക്കുന്നത് അല്ലേ സഫലമാക്കാനാണ്. അപ്പം നമ്മളെ ഓഫർ ചെയ്താൽ അമൃതവേളയിൽ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ബാബയുടെ അടുത്ത് അതാണ് സങ്കല്പം വെക്കേണ്ടത്. ബാബ ഇന്ന് രാത്രി ഉറങ്ങണത് വരെ ഈ ശരീരവും ഈ മനസ്സും പൂർണ്ണമായും സഫലമാക്കാനായിട്ട് എനിക്ക് ഫുൾ ടൈം സഫലീകരിക്കാൻ
ധാരാളം ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യാനുള്ള കരുത്തുണ്ടാകണം. അതിനുള്ള കരുത്താണ് നമ്മൾ കറണ്ടാണ് രാവിലെ എടുക്കേണ്ടത്. അന്തിമ ശ്വാസം വരെ ഇത് സഫലമാക്കണം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അനുഭവമുണ്ടാകും. ഇപ്പോൾ ഈ 10-18 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും പലരുടെയും ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർക്കറിയാം, അനേക മാറ്റങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കർമ്മയോഗികളായി മാറി തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇന്ന് നമ്മൾ സ്പെഷ്യലി നമുക്ക് എല്ലാവർക്കും ഒരു ഗൃഹപാഠം എടുക്കാം. ഭഗവാനുമായി യോഗം വയ്ക്കുന്ന മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കുറേ പേര് അനുഭവങ്ങൾ പങ്കുവയ്ച്ചിട്ടുണ്ട്. അതിരാവിലത്തെ മെഡിറ്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. ചിലർ സന്ധ്യാസമയത്തിരുന്ന് മെഡിറ്റേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ട്രാഫിക് കൺട്രോളുകൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഓരോ 1 മണിക്കൂറിൽ 1 മിനിറ്റിൻ്റെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെഡിറ്റേഷനൊക്കെ നമ്മൾ ചെയ്യുന്നു അർത്ഥം ബാറ്ററി യോഗമുണ്ടർത്ഥം നമുക്ക് നമ്മുടെ കർമ്മം ഏറ്റവും ശ്രേഷ്ഠമാക്കാം. അപ്പോൾ നാളെ വൈകുന്നേരം നമ്മൾ സത്സംഗത്തിൽ വരും വരെ നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെ ജോലികളാണോ ചെയ്യണേ, ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഇത് ഫീൽ ചെയ്യും. ചെയ്യിപ്പിക്കുന്ന ബാബ ചെയ്യിപ്പിക്കുകയാണ്. ഇത് ബാബയുടെ സേവയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ബാബ തന്ന പ്രസാദം, ഈ ശരീരത്തെ ഞാൻ കഴിപ്പിക്കുന്നത് ഈ ശരീരം കൊണ്ട് എനിക്ക് ഭഗവത് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ബാബ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ. അതുകൊണ്ട് ഈ ശരീരത്തിന് മനസ്സിന് യോജിക്കുന്ന ഭക്ഷണമേ ഞാൻ കഴിക്കൂ, ഊർജം കൊടുക്കുന്ന ഭക്ഷണമേ കഴിക്കൂ. എൻ്റെ നാവിൻ്റെ ടേസ്റ്റിന് ഇനി ഞാൻ കഴിക്കില്ല. അങ്ങനെ ഓരോ കർമ്മവും ആരെന്തെന്ത് ജോലികളാണോ ചെയ്യുന്നത്, ഓരോ ജോലിയും നാളെ വൈകുന്നത് വരെ ഒന്ന് നോക്കൂ. ബാബയുടെ സേവ, ബാബയുടെ സേവ, ഭഗവത് സേവ, ഭഗവത് സേവ. അപ്പോൾ എന്താകും? നമ്മൾ കേട്ടിട്ടില്ലേ, മാനവസേവ, മാധവസേവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാൻ ഏൽപ്പിച്ച കാര്യം. ഓരോ കർമ്മവും നിങ്ങൾ ഓഫീസിലാണെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ മരുന്നെടുത്ത് കൊടുക്കുന്ന ജോലി ചെയ്യുന്ന ഒരു സഹോദരി പറയുണ്ടായി, സിസ്റ്ററെ ഞാൻ ഓരോരുത്തർക്കും മരുന്നെടുത്ത് കൊടുക്കുമ്പോഴും സങ്കല്പം വയ്ക്കും, ബാബ ഈ മരുന്ന് കഴിച്ചിട്ട് അവരുടെ അസുഖം വേഗം മാറണേ. കർമ്മയോഗായി അവർ ഫുൾ ടൈം ജോലിയാണ്. അവർ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ചിലപ്പോൾ 1 മിനിറ്റ് പോലും കിട്ടില്ല. എന്തിനാ? ഫുൾ ഡേ എത്ര മണിക്കൂർ ചെയ്യുന്ന ഓരോ മരുന്ന് കൊടുക്കുമ്പോഴെന്താ, ബാബ ഇവരുടെ അസുഖം മാറണേ. ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ഓരോ പേഷ്യൻ്റ് വരുമ്പോഴും ബാബയുടെ ഒരു കുട്ടിയാണ്, ഈ ആത്മാവിന് എന്താണോ വേണ്ടത് അല്ലേ, എൻ്റെ ബുദ്ധിക്ക് ശരിയായിട്ട് ടച്ച് ചെയ്ത് തരണം ബാബ. ഈ ആത്മാവിന് മംഗളം ഉണ്ടാകട്ടെ ബാബ, ഈ ആത്മാവിൻ്റെ അസുഖം വേഗം മാറട്ടെ. മനസ്സുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഇപ്രകാരം ഓരോരുത്തരും നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം ഉണ്ടാക്കുകയാണോ അടുക്കളയിൽ? ബാബ ഈ ഭക്ഷണം ബാബയുടെ മക്കൾക്കുള്ളതാ, ഇത് പ്രഭുപ്രസാദാണ്, ഞാൻ ഉണ്ടാക്കുന്നത് ബാബയ്ക്കുള്ള പ്രസാദാണ്. വിളമ്പി കൊടുക്കുമ്പോൾ ഇത് ബാബയുടെ മക്കൾക്കാണ്. അത് ഹസ്ബൻഡാകട്ടെ, മക്കളാകട്ടെ, മരുമക്കളാകട്ടെ, ബാബയുടെ മക്കൾ, ബാബയുടെ മക്കൾക്ക്. അങ്ങനെ നമുക്ക് ഓരോ കർമ്മവും എന്ത് ചെയ്യാം? നാളെ വൈകുന്നേരം സത്സംഗത്തിൽ വരുന്നത് വരെ കർമ്മയോഗമായിട്ട് ചെയ്യാം. ഓരോ ജോലി എല്ലാവരും കേൾക്കുന്നുണ്ടാവും അല്ലേ? കുട്ടികളും കേൾക്കുന്നുണ്ടല്ലോ, മക്കളുമാർ നിറയെ ഇരിക്കുന്നുണ്ട്. ഓരോ ഫാമിലിയിലും ഓരോരുത്തരും കൊച്ചുകുട്ടികൾ ആരൊക്കെയുണ്ടോ ഈ നിമിഷം മുതൽ അറ്റൻഷൻ വയ്ക്കുക. നാളെ വൈകുന്നത് വരെ ഓരോ കാര്യവും ഭഗവാൻ ഏൽപ്പിച്ചത്, ബാബയുടെ സേവ, ബാബയുടെ സേവ, ഭഗവത് സേവ. പഠിക്കുന്നത് പോലും ആ ലക്ഷ്യത്തിലായിരിക്കണം. ബാബ എനിക്ക് തന്നിരിക്കുന്ന സേവനമാണ്, ഈശ്വരീയ സേവനമാണെന്ന ബോധത്തോടെ പഠിക്കും. അപ്പം നമുക്ക് ബോറടിക്കില്ലേ? ഇത് ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്, ഭഗവത് സേവയാണ്. ഓരോ കർമ്മം അങ്ങനെ ചെയ്യാം. ഓം ശാന്തി.